പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ നാം എപ്രകാരമാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരുന്നത് എന്ന് പറയുന്നുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാനാണ് നമുക്കിഷ്ടം. അതിന് അധികം ബുദ്ധിമുട്ടില്ല. നമ്മെ വേദനിപ്പിക്കുന്നവരെ നാം ശത്രുക്കളായി കാണുന്നു. അവരെ സ്നേഹിക്കാൻ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ്. നമ്മെ വേദനിപ്പിച്ച വ്യക്തികളും സംഭവങ്ങളും പറഞ്ഞ വാക്കുകളും നമ്മെ വല്ലാതെ നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റാതെ വരുന്നത്. നാം വളരെയേറെ സ്നേഹിക്കുകയും ഒത്തിരി സഹിക്കുകയും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അവഗണനയും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന വളരെ വലുതാണ്. യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കുമെന്ന്. നാം മറക്കുവാനും ക്ഷമിക്കുവാനും നമ്മെ വേദനിപ്പിച്ചവരെ സ്നേഹിക്കുവാനും നാം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ, അതിനു വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ അതിനുള്ള ശക്തി നമുക്ക് യേശു നൽകും എന്നുള്ളത് തീർച്ചയാണ്. നാം നോക്കേണ്ടത് യേശുവിൻ്റെ കുരിശിലേക്കാണ്. യേശു എപ്രകാരമാണ് ക്ഷമിച്ചത് എന്നപ്പോൾ വ്യക്തമാകും. നാം തന്നെ ഒറ്റിക്കൊടുത്ത യുദാസിനും കുരിശിൽ തറച്ചവരോടും യേശുവിൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തിയവരോടും യേശു ക്ഷമിച്ചു. മാത്രമല്ല, തന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ എന്നാണ് യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. നമ്മെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കാതിരിക്കാൻ നമ്മുടെ മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തകളും ഉണ്ടാക്കി തരുന്നത് സാത്താനാണ്. അവൻ്റെ കെണിയിൽ നാം പെട്ടുപോകരുത്. നാം വെറുപ്പും വൈരാഗ്യവും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമ്മെ വേദനിപ്പിച്ചവരെ സ്നേഹിക്കാതെ അവരോട് അകൽച്ച കാണിക്കുമ്പോൾ നാം സാത്താനെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ കെണിയിൽ പെടുമ്പോൾ നാം അവൻ്റെ മിത്രമായി മാറുകയാണ്, അവനെ അനുസരിക്കുന്നവരായി തീരുന്നു. എന്നാൽ നാം നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുമ്പോൾ, അവർക്ക് നന്മകൾ ചെയ്യുമ്പോൾ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി മാറും, യേശുവിൻ്റെ സ്വന്തമായി മാറും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.